പൊതുവെ ആളുകൾ ആയുർവേദ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ട്രീറ്റ്മെന്റുകളായിട്ടുള്ള ധാരകൾ, ശിരോധാര, പിഴിച്ചിൽ, അതുപോലെ തന്നെ വൺ ഡേ മസാജ്, അഭ്യംഗം, പലതരത്തിലുള്ള കിഴികൾ, കടിവസ്തി, ഗ്രീവാവസ്തി പോലുള്ള ട്രീറ്റ്മെന്റുകളെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാറുണ്ട്. പക്ഷെ മിക്കവരും വിചാരിച്ചിട്ടുള്ളത് ഒരു ആയുർവേദ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ റാൻഡം ആയിട്ട് ചെയ്തു പോകാം എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു വലിയ തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കേസ് ഹിസ്റ്ററി എടുക്കുകയും അതുപോലെ തന്നെ വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ലാബ് ഇൻവെസ്റ്റിഗേഷൻ, എക്സ്റേ പോലുള്ള ടെസ്റ്റുകൾ നടത്തി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നടത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ അതോ ഇന്റേണലി മെഡിസിൻസ് മാത്രം എടുത്താൽ മതിയോ, ഇനി എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നുണ്ട് എങ്കിൽ അതിന് നിർദ്ദിഷ്ടമായിട്ടുള്ള തൈലങ്ങൾ, മരുന്നുകൾ എല്ലാം നിശ്ചയിക്കുന്നത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എടുക്കുമ്പോൾ നിങ്ങൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക.